പഠിക്കുന്ന പാഠപുസ്തകത്തിന്റെ 3-ാമത്തെ പേജിലുള്ള ഇതാണ് പ്രതിജ്ഞ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ പ്രതിജ്ഞയ്ക്ക് അതുണ്ടായിരുന്നു. അന്ന് ആ പ്രതിജ്ഞ തയ്യാറാക്കിയ ആളുകളായാലും RSS ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ധരിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ മറ്റേ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ കേരളത്തിൽ PP ഉമ്മർ ഗോയൊക്കെ തന്നെ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. അവരുടെയൊക്കെ കാലത്ത് ഇങ്ങനെ ഭാരത് മാതാ കി ജയ് എന്നുള്ള വിളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിൽക്കാലത്ത് അതങ്ങോട്ട് ഇല്ലാണ്ടായി. അങ്ങനെ ഇല്ലാണ്ടായ സമയത്താണ് പുതിയ സർവജ്ഞപീഠം ഏറിയിട്ടുള്ള ചില അവതാരകന്മാരൊക്കെ വന്ന സമയത്താണ് അവർക്ക് തോന്നിയത് ഭാരത് മാതാ കി ജയ് RSSന്റെയാണത്. അതൊരു സർവജ്ഞപീഠം കയറിയതിന്റെ പേരിലെ പ്രശ്നം അതില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ ഒരു റിക്വസ്റ്റ് ഇത്തരത്തിൽപ്പെട്ട ആളുകളോട് ഇതിന്റെ ചരിത്രത്തെക്കുറിച്ച് ഇരുന്ന് പഠിക്കേണ്ടതാണ്. ഭാരത് മാതാ കി ജയ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം വളരെ വളരെ ലളിതമാണ്. ഭാരത് മാതാ കി ജയിന്റെ അർത്ഥം പറയാനായിട്ട് ഈ ഭാരത മാതാവിന് ജയ് വിളിക്കുന്ന ഒരു പാരമ്പര്യമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നവർക്കൊക്കെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പങ്കാളികളല്ലായിരുന്നവർക്കൊക്കെ അവരെ സംബന്ധിച്ച് ഭാരത് മാതാ കി ജയ് അവർക്ക് ഇഷ്ടമല്ല, അവർ വിളിക്കാൻ പാടില്ല, അവരതിനെതിരായിരുന്നു ഇക്കാലത്തും. അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പങ്കാളിത്തമുള്ളവർ മാത്രം വിളിക്കേണ്ട പേരുകളായിരുന്നു എന്ന് അവര് ധരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത് RSSന്റെ പ്രവർത്തകന്മാരുടെ പലരുടെയും പൂർവികന്മാർക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുണ്ട്.